നാറ്റോ സഖ്യത്തിൽ നിന്ന് തുർക്കിയെ പുറത്താക്കണം അമേരിക്കയുടെ ഒരു അജണ്ടയായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യുന്നില്ല. എങ്കിലും നാറ്റോയിൽ നിൽക്കുന്ന തുർക്കി എന്ന് പറയുന്നത് അവിടുത്തെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയും കൂടിയാണ്. അമേരിക്കയുമായിട്ടാണ് സഹകരിച്ചു പോകുന്നത്. അമേരിക്കയിൽ F-16 വിമാനം വാങ്ങുന്നു, ഹെലികോപ്റ്റർ വാങ്ങുന്നു. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ തുർക്കി ചൈനയുമായിട്ട് ചെറിയ തോതിലുള്ള അടുപ്പം കാണിക്കുന്നു. അങ്ങനെ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പറയുന്ന തുർക്കിയും ചൈനയും തമ്മിലൊരു ബന്ധമുണ്ടാകുകയും അമേരിക്കയിൽ നിന്ന് വേറിട്ട് പോവുകയും വേണമെന്ന് ഏതൊക്കെയോ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ ഏതൊക്കെയോ രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടി അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ വലിയൊരു നീക്കം നടത്തുന്നു മനസ്സിലാക്കിക്കൂടെ? അതായത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു പ്രശ്നമല്ല. കാര്യം ചൈനയും തുർക്കിയുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും എന്തൊക്കെയോ ഇടപാടുകൾ നടത്തുന്നുണ്ടെന്ന് ട്രംപിന് നേരത്തെ തന്നെ ചില സൂചനകൾ കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ ട്രംപ് ഒരു മുന്നറിയിപ്പ് കൊടുത്തു. ഇത്തരത്തിൽ തുർക്കി ചൈനയുമായിട്ട് ഇത്തരത്തിൽ സഹകരിക്കുന്ന നടപടിയെടുത്താൽ ഗുരുതര പ്രത്യാഘാതം നിങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തു. പക്ഷേ തുർക്കി അത് ചെവിക്കൊണ്ടില്ല. ചൈനയുമായിട്ട് അല്ലെങ്കിൽ ഉർദുഗാൻ ഷീ ജിൻപിങ്ങുമായിട്ട് പലവട്ടം കൂടിക്കാഴ്ചകൾ നടത്തി. ദോഹയിൽ വെച്ച് ഇവർ നടത്തിയ കൂടിക്കാഴ്ചയിൽ വലിയ രീതിയിലുള്ള ധാരണകൾക്കും തീരുമാനമായി. കൃത്യമായി പറഞ്ഞാൽ സൈനിക സഹകരണം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായി. ഊർജ്ജ മേഖലയിൽ ചൈന കുറേ നിക്ഷേപം നടത്താമെന്ന് തുർക്കിക്ക് വാഗ്ദാനം കൊടുത്തു. അപ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു ഭയമായി. കാര്യം ഞങ്ങളുടെ ഉറച്ച പങ്കാളിയായി നിൽക്കുന്ന തുർക്കി ഞങ്ങളെ വിട്ട് ചൈനയുടെ പക്ഷത്ത് ചേരുന്നു. അത് ആ ഒരു സംശയം ബലപ്പെട്ടപ്പോൾ ട്രംപ് ഒരു തീരുമാനമെടുത്തു. ഇവർക്കിനി പുതിയ സൈനിക ഉപകരണങ്ങളൊന്നും കൊടുക്കണ്ട, പ്രതിരോധ സാമഗ്രികളൊന്നും തൽക്കാലം കൊടുക്കണ്ട. അത് മാത്രമല്ല, നേരത്തെ അമേരിക്ക കൊടുത്ത കുറച്ച് സാധനങ്ങൾ തുർക്കിയുടെ കയ്യിലിരിപ്പുണ്ട്. F-16 വിമാനമുണ്ട്, ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ ഉണ്ട്. ഇതിൻ്റെയൊക്കെ സ്പെയർ പാർട്സ് സമയങ്ങളിൽ ഇവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അമേരിക്ക ലഭ്യമാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഇനി അത് കൊടുക്കണ്ട, അതൊക്കെ ഒരു വെയിറ്റ് ആൻഡ് സീ, ആ ഒരു മട്ടിലാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സാമഗ്രികളൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ തുർക്കിക്ക് അവരുടെ ഈ പ്രതിരോധം, അവരുടെ തുർക്കിയുടെ സേനയുടെ പ്രതിരോധം വല്ലാണ്ട് ദുർബലപ്പെടും. കാരണം അവരേറെക്കുറെ ഈ അമേരിക്ക ഇപ്പോൾ സർപ്ലസ് അതെ, അമേരിക്ക സർപ്ലസ് ആയിട്ടിരിക്കുന്ന സാധനം എല്ലാ സഖ്യരാജ്യങ്ങളുടെ തലയിൽ വെക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അത്തരത്തിൽ അമേരിക്കയുടെ വൻ ആയുധ ശേഖരം തുർക്കി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക ഒരു വിമുഖത കാട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് തുർക്കിയെ വല്ലാണ്ട് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ സമയത്ത് ചൈന അവസരത്തിനൊത്ത് ഉയരുകയാണ്. ഷീ ജിൻപിങ് ആൾ ചെറിയ പുള്ളിയൊന്നുമല്ല. ഷീ ജിൻപിങ് അപ്പോൾ തന്നെ ഒരു പ്രസ്താവന അങ്ങ് ഇറക്കുന്നു. അതായത് തുർക്കി ഈ അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കേണ്ട ആ ഒരു കാലമൊക്കെ കഴിഞ്ഞു. തുർക്കി ഒരു വിശ്വസ്ത പങ്കാളിയെ തിരഞ്ഞെടുത്തേ മതിയാകൂ, അത് ഞങ്ങളാണ്. അപ്പോൾ അത്തരത്തിലൊരു പ്രസ്താവന നടത്തി. ഇതുകൂടാതെ ഉർദുഗാനെ കണ്ടപ്പോൾ ഷീ ജിൻപിങ് ഒരു വാഗ്ദാനം കൂടി കൊടുത്തു. ഞങ്ങൾ നിങ്ങൾക്ക് $20 ബില്യൺ സഹായം തരാം. അപ്പോൾ സാമ്പത്തിക സൈനിക സഹായം കൂടെ പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താ അറിയാം, ഈ തുർക്കി എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച രാജ്യമല്ല. നാറ്റോ സഖ്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന റഷ്യ, ഈ റഷ്യയിൽ നിന്ന് S-400 വാങ്ങിച്ച രാജ്യമാണ് തുർക്കി. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് റഷ്യയെ പോലൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്തത് അമേരിക്കയുടെ കണ്ണിലെ കരടാക്കി തുർക്കിയെ മാറ്റിയിരുന്നു. പക്ഷേ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുർക്കിയുമായിട്ട് സഹകരിച്ചേ പറ്റൂ. കാരണം നാറ്റോ എന്ന് പറയുന്ന ശക്തിയിൽ അമേരിക്ക മാറി നിൽക്കുമ്പോൾ രണ്ടാമത്തെ വലിയ സൈനിക ശക്തി തുർക്കി തന്നെയാണ്. അവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ആയുധങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം കുഴപ്പമില്ല. പക്ഷേ തുർക്കി അനാവശ്യമായ ചില കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. ഇപ്പം ഇറാനുമായിട്ട് തുർക്കിക്ക് ചില ബന്ധങ്ങളുണ്ട്. ഈ ഇറാനുമായിട്ടുള്ള ബന്ധവും അമേരിക്ക വല്ലാതെ അലോസരപ്പെടുന്നു. മതപരമായ ബന്ധം കൂടിയാണ്. അതെ, അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ ഇറാനെ ആക്രമിക്കണം അല്ലെങ്കിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തണം. ഇതേ തുർക്കി അവിടെയും ചെന്ന് സന്നദ്ധ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നാറ്റോ സഖ്യത്തിൽ അവരുടെ GDP-യുടെ 2 മുതൽ 5% വരെ ഈ പ്രതിരോധ കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് അമേരിക്ക ഒരു തിട്ടൂര ഇറക്കിയിരുന്നു. പക്ഷേ ഇതൊന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കേട്ടില്ല. പക്ഷേ ഇവിടെയാണ് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട തുർക്കി സ്വന്തം പൈസ മുടക്കിയിട്ട് S-400 പോലെയുള്ള അത്യന്താധുനിക വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നത്. അതോടുകൂടി റഷ്യയുമായിട്ടുള്ള ഒരു അലയൻസ് ഇവിടെ ഉണ്ടായി. ഇത് അമേരിക്കയ്ക്ക് തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് തുർക്കിയെ പുറത്താക്കുക നാറ്റോയിൽ നിന്നുള്ളൊരു അജണ്ടയായിരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ഏക ശക്തി ഇനി ലോകത്ത് വേണ്ട. റഷ്യയുമായിട്ടും ബന്ധമുള്ള തുർക്കി, ഇനി ചൈന സഹകരിക്കുന്ന തുർക്കി. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് പുതിയ ശാക്തിക ചേരി രൂപപ്പെടുകയും ആ ശാക്തിക ചേരിയിലൂടെ അമേരിക്ക ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാറുന്നില്ലേ കാര്യങ്ങൾ? അതെ, ഇതിപ്പോൾ ചൈന ഏഷ്യയിലെ ഏറ്റവും പ്രബല ശക്തിയായിട്ട് ചൈന മാറുന്നു. ചൈന നേതൃത്വം കൊടുക്കുന്ന സഖ്യത്തിലേക്ക് ഇപ്പോൾ തുർക്കിയും കൂടി വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. കാരണം ഈ ഉർദുഗാൻ 5 വർഷത്തിന് ശേഷം ചൈനയിലോട്ടൊരു സന്ദർശനം നടത്തി. ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ ഉർദുഗാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തവണ നടന്ന ഈ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി എന്ന് പറയുന്നത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന റഷ്യ സഖ്യത്തിൻ്റെ ആ ഒരു മറ നീക്കി പുറത്തു വന്ന ഒരു സമയമാണ്. ഈ സമയത്തു കൂടിയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് അപ്രിയനായി നിൽക്കുന്ന ഉർദുഗാൻ ആ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെല്ലുന്നത്.
ഇതുകൂടാതെ ഈ തുർക്കിയിൽ ഒരു സർവേ നടന്നതായിട്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ആ സർവേയിൽ പങ്കെടുത്ത 55% പേരും പറയുന്നത് തുർക്കിക്ക് അനുയോജ്യമായ പങ്കാളി അത് ചൈനയാണ്. പക്ഷേ അമേരിക്കയ്ക്കുള്ള പിന്തുണ വെറും 23% മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് ഉർദുഗാന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഉർദുഗാന് ഇനി അമേരിക്കയെ പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇനി ചൈനയുമായി സഹകരിച്ച് നിൽക്കുക എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തർക്കമൊന്നുമില്ല. ഇനി മാത്രമല്ല, ഈ ഷാങ്ഹായ് ഉച്ചകോടി നടന്നപ്പോൾ ഉണ്ടായ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അമേരിക്കയിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുണ്ട്. അതായത് ലോകത്തിലെ പ്രബലരായ 4 ശക്തികളിൽ 3 ശക്തികൾ ഒന്നിച്ചു ചേർന്ന് ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ 4 ശക്തി എന്ന് പറയുമ്പോൾ അമേരിക്കയുണ്ട്, റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഈ 4 ശക്തികളിൽ 3 ശക്തി വരുമ്പോൾ മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ആദ്യത്തെ 4 ശക്തികളിൽ ഒന്നായിട്ട് അമേരിക്കൻ മീഡിയ പോലും അംഗീകരിക്കുന്നു. ഇനി ഇവിടെ ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷം 2ാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വലിയ സൈനിക പരേഡ് ചൈനയിലെ ബീജിംഗിൽ നടത്തുന്നുണ്ട്. ഈ ബീജിംഗിൽ നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചു പോകുന്നു. പകരം ഇവിടേക്ക് എത്തുന്ന ഉത്തര കൊറിയൻ സ്വേച്ഛാധിപതിയായ കിം ജോങ് ഉന്നാണ്. അപ്പോൾ കിം ജോങ് ഉൻ എന്ന് പറയുന്ന അമേരിക്കയെ എപ്പോഴും പേടി സ്വപ്നം പോലെ കാണുന്ന ഒരാളാണ്. അയാളും കൂടെ വരുന്നു. ഇന്ന് വരെ കിം ജോങ് ഉന്നും പുട്ടിനും ഷിയും കൂടെ ഒരു വേദിയിൽ ഒരിടത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ഇവർ 3 പേരും കൂടെ വരിക എന്ന് പറഞ്ഞാൽ ലോകത്തിന് പുതിയൊരു മാതൃക നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് ട്രംപിന് കൃത്യമായ സന്ദേശം നൽകുന്നു. നിങ്ങളുടെ താരിഫ് യുദ്ധവും നിങ്ങളുടെ അഹന്തയൊന്നും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുന്നു. അപ്പോൾ പുട്ടിനുമായിട്ട് 45 മിനിറ്റ് മോദി സംസാരിച്ചിട്ടാണ് പോയത്. അതിനു മുമ്പ് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. എന്നിട്ടാണ് നമ്മൾ SCO ഉച്ചകോടിയിൽ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. ഭീകരവാദത്തിനും തീവ്രവാദത്തിനും എതിരായിട്ടാണ് നമ്മൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫിന് ഉൾപ്പെടെയുള്ളവർക്ക് ആ ഉച്ചകോടിയിൽ അല്ലെങ്കിൽ ആ സംയുക്ത പ്രമേയത്തിൽ ഒപ്പിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, ആ ഒരു ദൃശ്യം കണ്ടതാണല്ലോ, എന്തോ ഈ കയ്യൊക്കെ കെട്ടിയിരിക്കുന്നല്ലേ, പട്ടി ചന്തക്കുവെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ അനങ്ങാതെ നിൽക്കുന്നത്. ഇനി അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞപ്പോൾ ഈ ചൈനയിലേക്ക് ചെന്നത് ഷഹബാസ് ഷെരീഫ് ആയതുകൊണ്ട് ചൈനയിലെ ഷഹബാസ് ഷെരീഫിനൊപ്പം അവിടെ ചെന്ന അസിമുനീർ ഒരു സൈനിക മേധാവി എന്ന നിലയിൽ അവിടെ ചൈനയിൽ പോയിട്ടുണ്ടെങ്കിലും ഫീൽഡ് മാർഷൽ പദവി കിട്ടിയതിന് ശേഷം ഇത് ആദ്യമായിട്ട് ഷിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. അപ്പോൾ വലിയ പദവി, വലിയ അംഗീകാരമൊന്നും കൊടുക്കുന്നില്ലെങ്കിലും ഷിയെ മൈൻഡ് ചെയ്തു എന്നുള്ളൊരു രീതി വേണം. കാരണം ഇവിടുത്തെ ഔദ്യോഗികമായ ഭരണകർത്താവ് ആരാന്ന് ചോദിച്ചാൽ ഷഹബാസ് ഷെരീഫാണ്. പക്ഷേ അനൗദ്യോഗിക തലവൻ ആരാന്ന് ചോദിച്ചാൽ അസിമുനീർ. അതാണ് ട്രംപ് 2 തവണയും ഇയാളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ചൈന അർഹിക്കുന്ന അവഗണന ഇവർക്ക് നൽകിയത്. അപ്പോൾ ഇവിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ, ഷിയുടെ നേതൃത്വത്തിലുള്ള ചൈന, കിമ്മിൻ്റെ നേതൃത്വത്തിലുള്ള നോർത്ത് കൊറിയ, പുട്ടിൻ്റെ നേതൃത്വത്തിലുള്ള റഷ്യ, ഈ 4 രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നാൽ ശാക്തിക ചേരികളിൽ വലിയ ധ്രുവീകരണം ഉണ്ടാകുന്നു. ഇത്ര കാലം അമേരിക്കയുടെ സഖ്യകക്ഷികളെന്ന് അവകാശപ്പെട്ടിരുന്ന പറഞ്ഞിരുന്ന ജർമ്മനിയും ഇറ്റലിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ മറുവശത്തേക്ക് ഒരു ചായ്വ് പ്രകടിപ്പിച്ചു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഏതാണ്ട് പടുകുഴിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ബഹുമതിയായിരിക്കും ഇനി ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ തലയിലേക്ക് വീഴുക. എന്താ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഈ വാഷിങ്ടൺ പോസ്റ്റ്, അമേരിക്കയിലെ പ്രമുഖ മാധ്യമമാണ്, അവരൊരു വാർത്ത പുറത്തുവിട്ടേക്കുന്നതാണ്. അതായത് ഈ ട്രംപിൻ്റെ ഈ മുന്നും പിന്നും നോക്കാതെയുള്ള വികലമായ തന്ത്രങ്ങളും നയങ്ങളും മൂലം ഇന്ത്യക്കുണ്ടായ അതേ അനുഭവം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന തുർക്കിയാണ്. തുർക്കിയെയും അതേ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. തുർക്കിയെയും അമേരിക്കയിൽ നിന്ന് അകറ്റി. അതിൻ്റെ കാരണം ഇത്തരത്തിൽ ട്രംപ് എടുത്ത നിലപാടുകളാണ്. ഇപ്പോൾ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചതുപോലെ തുർക്കിക്കെതിരെയും നികുതി ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കൊടുത്ത വാണിങ്, നേരത്തെ പറഞ്ഞല്ലോ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ ആ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പ്രതിരോധ സഹകരണം അതുമായി ബന്ധപ്പെട്ടുള്ള സൈനിക ഉപകരണങ്ങൾ നിർത്തിവെക്കൽ മാത്രമല്ല, തുർക്കിക്കെതിരെ ഭീമമായ നികുതിയും താരിഫും ചുമത്തിയിട്ടുണ്ട്. ഇത് തുർക്കിയെ സംബന്ധിച്ച് അവർ ഈ ഉരുക്ക് കയറ്റുമതി കാര്യമായി ചെയ്യുന്ന ഒരു രാഷ്ട്രമാണ്. അതുകൂടാതെ അവരുടെ ഈ പാരമ്പര്യ രീതിയിലുള്ള വസ്ത്രങ്ങൾ, തുർക്കി നിർമ്മിത വസ്ത്രങ്ങളും വലിയ രീതിയിൽ അമേരിക്കൻ മാർക്കറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇത് രണ്ടും പ്രത്യക്ഷത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവും. അപ്പോൾ അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് തുർക്കിക്കൊരു പണി കൊടുക്കട്ടെ എന്ന് കരുതി അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉർദുഗാന് ചൈനയോടെടുക്കാൻ കാരണങ്ങൾ വലുതായി. ഇത്തരത്തിൽ അമേരിക്കയുടെ ഇപ്പം നാറ്റോ സഖ്യ രാജ്യങ്ങളെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അമേരിക്കയുടെ ആജ്ഞാനുവർത്തികളാണ്. അമേരിക്ക എവിടെയെങ്കിലും സൈനികമായി ഇടപെടണം അല്ലെങ്കിൽ അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങുന്ന ഗുണ്ടകളാണ് ഈ നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് തുർക്കിക്ക് കടുത്ത വിയോജിപ്പുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇപ്പോൾ അകന്നു പോകാൻ കാരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക താരതമ്യേന ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തുർക്കിയുടെ നിലപാട്, ചൈനയുടെ നിലപാടൊക്കെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാകും. അപ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.